കേരളത്തിന്റെ വിധിയെഴുത്ത് ലോകമറിഞ്ഞിട്ട് നാളെ ഒരാഴ്ചയാകുന്നു. UDFനെ ജയിപ്പിച്ചുവിട്ട ജനത്തോട് ആ സർക്കാരിനെ ആര് നയിക്കുമെന്ന് പറയാനാകാത്ത അവസ്ഥയിലാണ് മുന്നണിയും കോൺഗ്രസും. 3 പേർ മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമിട്ടിരിക്കുന്നു. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും ആരും അയഞ്ഞില്ല കഴിഞ്ഞ ദിവസം വരെ. എന്നാൽ ഇതാ ആ സസ്പെൻസ് നീങ്ങുകയാണ്. അട്ടിമറികൾ സംഭവിച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രിയായി KC വേണുഗോപാൽ തന്നെ ഹൈക്കമാൻഡിന്റെ ആശീർവാദത്തോടെ അവരോധിക്കപ്പെടുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന. VD സതീശനും രമേശ് ചെന്നിത്തലയും നിലപാട് മയപ്പെടുത്തി പാർട്ടിക്ക് വിധേയരാകുകയും ചെയ്യുമെന്നാണ് KCയോട് അടുത്തു നിൽക്കുന്ന കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. പക്ഷേ പന്ത് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കോർട്ടിലെത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധി എന്ത് തീരുമാനമെടുക്കുന്നോ അതായിരിക്കും ഹൈക്കമാൻഡും പ്രഖ്യാപിക്കുക. ഇനി ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരോട് ഹൈക്കമാൻഡിന് താല്പര്യം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനോട് തന്നെയാണ്. അതിന് കാരണവുമുണ്ട്. അത് വഴിയെ പറയാം. മറ്റൊരു നേരിയ സാധ്യത രമേശ് ചെന്നിത്തലയിലേക്ക് നീളുന്നുണ്ട്. അതിന് കാരണവും ഹൈക്കമാൻഡ് ഇടപെടൽ തന്നെയാണ്. അങ്ങനെ ഒരു സാധ്യത വിജയിച്ചാൽ മാത്രം KC വേണുഗോപാലിനെയും VD സതീഷിനെയും മാറ്റി ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ പേര് വന്നേക്കും. അതല്ല, പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറഞ്ഞ് നാട്ടിലെമ്പാടും VD സതീഷിനു വേണ്ടി പ്രകടനങ്ങളും പന്തം കൊളുത്തി പ്രതിഷേധങ്ങളും നടന്നതും ഘടകകക്ഷികൾ കടുപ്പിച്ച നിലപാട് സ്വീകരിച്ചതും കണക്കിലെടുത്താൽ VD സതീഷിന് അനുകൂലമായി അവസാനം ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശുമോ എന്നതും കണ്ടറിയണം. ആദ്യം KC വേണുഗോപാലിന്റെ സാധ്യതകൾ തന്നെ നോക്കാം. KC മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന നിലപാടാണ് പൊതുവെ ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ KC ഹൈക്കമാൻഡിനെ താല്പര്യം അറിയിച്ചിട്ടുമുണ്ട്. MLA മാരുടെ പിന്തുണ ഭൂരിപക്ഷത്തിനുള്ള മാനദണ്ഡമാക്കിയാൽ അത് KCക്ക് തന്നെ മുൻതൂക്കം നൽകും. ഇപ്പോൾ KCക്കാണ് ഇതിൽ മുൻതൂക്കം. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഇപ്പോൾ ഒടുവിൽ സോണിയാഗാന്ധി ഇടപെട്ടിട്ടുണ്ട്. സോണിയ ആർക്കൊപ്പം നിൽക്കും എന്നതിനനുസരിച്ചായിരിക്കും തീരുമാനമുണ്ടാകുക. സ്വാഭാവികമായും മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് സോണിയാഗാന്ധി AK ആന്റണിയെ വിളിച്ച് അഭിപ്രായം തേടും. ആന്റണി KCയുടെ പേരാണോ രമേശിന്റെ പേരാണോ പറയുക എന്നത് അദ്ദേഹത്തിന്റെ മനസ്സ് പോലിരിക്കും. ആന്റണിക്ക് കൂടുതൽ താല്പര്യം രമേശ് ചെന്നിത്തലയോടാണ് എന്നാണ് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. അദ്ദേഹം VD സതീഷിന്റെ പേരും പറയുമായിരിക്കും. KCക്ക് കേരളത്തിൽ സാധ്യത നൽകുന്ന മറ്റൊരു ഘടകം ഹൈക്കമാൻഡിൽ നടക്കുന്ന അന്തർനാടകങ്ങളാണ്. KC വേണുഗോപാലിനെ സംഘടനാകാര്യ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന ദേശീയ പദവിയിൽ നിന്ന് മാറ്റി കേരളത്തിൽ കുടിയിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഹൈക്കമാൻഡ് നേതാക്കളുണ്ട്. അതിൽ പ്രിയങ്ക ഗാന്ധിയും ഭൂപേഷ് ബാഗലും ഉൾപ്പെടുന്ന ഒരു സംഘമുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരം. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഉത്തരേന്ത്യയിലെ പ്രാദേശിക നേതാക്കളെ ഒപ്പം നിർത്തുന്നതിൽ KCക്കുള്ള മികവ് കുറവാണ്. അതായത് ഉത്തരേന്ത്യൻ ഹിന്ദി ബെൽറ്റിൽ ഹിന്ദി തന്നെയാണ് സംസാര ഭാഷ എങ്കിലും ഓരോ പ്രദേശത്തിനും പ്രാദേശികമായി ഉച്ചാരണ വൈവിധ്യങ്ങളുള്ള ഭാഷയാണ് ഹിന്ദി. KC നന്നായി ഹിന്ദി ഭാഷ സംസാരിക്കുമെങ്കിലും പ്രാദേശിക ഭാഷാഭേദങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അത്ര മിടുക്കില്ല. ഇതുമൂലം പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ KC വേണുഗോപാൽ പരാജയപ്പെടുന്നുവെന്നാണ് പ്രിയങ്കയുടെയും ഭൂപേഷ് ബാഗലിന്റെയും വാദമെന്നാണ് ഡൽഹിയിൽ നിന്ന് ഇവരുമായി അടുത്തു നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് KCയെ മാറ്റി പകരം ആ സ്ഥാനത്ത് ഹിന്ദി ബെൽറ്റിലുള്ള മറ്റാരെയെങ്കിലും നിയമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഡൽഹിയിലെ AICC ആസ്ഥാനത്തുമായി ചേർന്ന് നിൽക്കുന്ന ചില മാധ്യമ പ്രവർത്തകരിൽ നിന്നും ചില രാഷ്ട്രീയക്കാരിൽ നിന്നും എനിക്ക് കിട്ടിയ വിവരം. ഇതിന് പുറമെ മറ്റൊരു നീക്കം നടക്കുന്നത് KC വേണുഗോപാലിന്റെ തന്നെ പഴയ ഒരു പ്രസ്താവനയുടെ ചുവട് പിടിച്ചാണ്. 7 വർഷത്തിൽ അധികം ഒരു നേതാവ് ഹൈക്കമാൻഡിൽ ഇരിക്കരുത് എന്ന തരത്തിൽ മുൻപ് KC വേണുഗോപാൽ തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നുവത്രേ. അതനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ എത്തിയിട്ട് വർഷം 8 കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 7 വർഷം എന്ന നിർദ്ദേശം പ്രാവർത്തികമാക്കി KCയെ കേരളത്തിലേക്ക് പറിച്ചു നടുക എന്ന ഒരു ഉദ്ദേശം ഹൈക്കമാൻഡിനുമുണ്ട്. പക്ഷേ ഇത്ര കാലം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെറിയ ഏതെങ്കിലും പദവി കൊടുത്ത് മൂലക്കിരുത്തുന്നതിനോട് ഹൈക്കമാൻഡിന് വിയോജിപ്പുമുണ്ട്. അതുകൊണ്ടാണ് KCയെ മുഖ്യമന്ത്രിയായി അവരോധിച്ച് കേരളത്തിലേക്ക് പറിച്ചു നടാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. ഇനി ഒരു സാധ്യത പണ്ട് VD സതീഷിനുമായും സതീഷൻ ക്യാമ്പുമായും KC തന്നെ ഉണ്ടാക്കിയ ഒരു ഡീലാണ്. അത് പറഞ്ഞു കേൾക്കുന്നതാണ്. 5 വർഷം മുൻപ് VDS കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചതും ചരട് വലിച്ചതും KC ആയിരുന്നു. അന്ന് പരസ്പരം ഉണ്ടാക്കിയ ഡീൽ പ്രകാരം അധികാരം കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ നേതൃസ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് തിരികെ നൽകണമെന്നായിരുന്നത്രേ KCയുടെ അന്നത്തെ അഭിപ്രായ പ്രകടനം.
ഈ ധാരണയാണ് വിഡിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ക്യാമ്പും തെറ്റിക്കുന്നത് എന്നാണ് KC ക്യാമ്പിന്റെ പരിവേദനം. ഇത് ചില നേതാക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതിൽ ഒരു ഉറപ്പുമില്ല. ശനിയാഴ്ച ചർച്ച നടക്കുമ്പോഴും VD സതീശനും ചെന്നിത്തലയും KC വേണുഗോപാലും നിലപാടിൽ ഉറച്ചു നിന്നു. പക്ഷേ ഹൈക്കമാൻഡിന്റെ വാക്കുകളിൽ നിന്ന് ലഭിച്ച സൂചന KCയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന്. ഇന്നലെ ദീപാദാസ് മുൻഷി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ശരീരഭാഷകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ശക്തമായ നിലപാടിൽ ഉറച്ചുനിന്ന VDയെയും ചെന്നിത്തലയെയും KCയെയും രാഹുൽ ഗാന്ധി ഇടപെട്ടാണ് ശാന്തരാക്കിയത്. തങ്ങൾ ചർച്ച ചെയ്ത തീരുമാനത്തിൽ എത്തിക്കൊള്ളാം എന്നാണ് രാഹുൽ നിലപാടെടുത്തിട്ടുള്ളത്. സതീശനും ചെന്നിത്തലയ്ക്കും ഇന്നലെയോടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ചിലർ സൂചിപ്പിക്കുന്നത്. എങ്കിലും എവിടെയോ ശുഭാപ്തി വിശ്വാസത്തിന്റെ ഒരു നേർത്ത വെട്ടം ചെന്നിത്തലയുടെ മുന്നിൽ തെളിയുന്നുണ്ട്. അതും സോണിയയുടെ ഇടപെടലും ഒപ്പം സോണിയ AK ആന്റണിയെ വിളിച്ചാൽ സംഭവിക്കുമെന്ന് കരുതുന്ന ചില സാധ്യതകളുമാണ്. ഒരുപക്ഷെ തർക്കം അനന്തമായി നീണ്ടാൽ മാത്രം ഒത്തുതീർപ്പ് എന്ന നിലയിൽ ഒരു സാധ്യത ചെന്നിത്തലയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. അന്തിമ തീരുമാനം സോണിയാഗാന്ധിയിലേക്ക് വന്നതുകൊണ്ട് സോണിയ തീരുമാനമെടുക്കും മുൻപ് ഉപദേശത്തിനായി വിളിക്കാൻ സാധ്യതയുള്ളത് AK ആന്റണിയാണ്. ആന്റണിയാകട്ടെ ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. അവിടെ തർക്കം ഒഴിവാക്കാൻ പകുതി ടേമെങ്കിലും രമേശിന് കൊടുക്കണം എന്നൊരു ഫോർമുല ആന്റണി മുന്നോട്ട് വെക്കാനും സാധ്യതയുണ്ട്. സീനിയോറിറ്റി കണക്കിലെടുത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് അധികാരം നൽകണമെന്നും അടിയുണ്ടാക്കരുത് എന്നുമുള്ള നിർദ്ദേശം നൽകണമെന്ന് ആന്റണി നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചിലർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി രമേശ് അല്ലെങ്കിൽ KC വേണുഗോപാലിനെ ആന്റണി നിർദ്ദേശിച്ചാലും സതീഷിന്റെ പേര് നിർദ്ദേശിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം 5 വർഷക്കാലം VD ഇവിടെ കേരളത്തിൽ നയിച്ചതിനാൽ VDയുടെ പേരും പരാമർശിക്കപ്പെട്ടേക്കാമെന്ന് ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. അതിലും ഒരു വ്യക്തത വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ എങ്കിൽ കൂടി ഫലത്തിൽ സതീഷിന്റെ പേര് മാഞ്ഞ് KCയുടെ പേര് തെളിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഘടകകക്ഷികളുടെ താല്പര്യവും കേരളത്തിലെ പൊതുവികാരവും കണക്കിലെടുത്ത് VDയെ മുഖ്യമന്ത്രിയാക്കാനുള്ള അട്ടിമറി സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഒപ്പം തന്നെ ആര് മുഖ്യമന്ത്രിയായാലും മറ്റ് 2 നേതാക്കൾക്ക് എന്ത് സ്ഥാനം നൽകിയാകും അനുനയിപ്പിക്കുക എന്നതും കണ്ടറിയണം. അതേസമയം തന്നെ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം നടത്തിയതായുള്ള വാർത്തകളും വരുന്നുണ്ട്. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഈ 3 പേരുമായി നടത്തിയ യോഗത്തിലാണ് രാഹുൽ കടുപ്പിച്ച നിലപാടെടുത്തത് എന്നാണ് വിവരം. നേതാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചു. ശക്തി പ്രകടനം അവസാനിപ്പിക്കാനാകുമോ എന്ന് ഹൈക്കമാൻഡ് ഒന്നടങ്കം ചോദിക്കുകയും ചെയ്തു. ശക്തി പ്രകടനം അവസാനിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്ന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി. പ്രശ്നം പരിഹരിക്കണമെന്നും അതിനുശേഷം മാത്രമാകും പ്രഖ്യാപനമെന്നും ഖാർഗെയും ഈ നേതാക്കളോട് പറഞ്ഞു. ഇതോടെയാണ് യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നേതാക്കൾ ഒന്നിച്ച് ഐക്യത്തിന് ആഹ്വാനം ചെയ്തത്. 1991-ൽ UDF അധികാരത്തിലെത്തിയപ്പോൾ K കരുണാകരനായിരിക്കും മുഖ്യമന്ത്രി എന്നതിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. 2001-ൽ അന്ന് UDFനെ വൻ വിജയത്തിലേക്ക് നയിച്ച പ്രതിപക്ഷ നേതാവായിരുന്ന AK ആന്റണി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. 2011-ൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും തർക്കമുണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കുറി സ്ഥിതി വ്യത്യസ്തമായി. പ്രബലരായ 3 നേതാക്കൾ ഒരേപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആർക്കായിരിക്കും നറുക്കു വീഴുക എന്നത് കാത്തിരുന്ന് കാണണം. പക്ഷേ പല സൂചനകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് KC ക്യാമ്പ് വളരെ ആത്മവിശ്വാസത്തിലാണ്. KC തന്നെ മുഖ്യമന്ത്രിയായി വരും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് KCയെ അനുകൂലിക്കുന്നവർ. അട്ടിമറി സംഭവിച്ചില്ല എങ്കിൽ ഉറപ്പായും KC ആയിരിക്കും മുഖ്യമന്ത്രിയായി വരാൻ സാധ്യത. പക്ഷേ അത് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇത് മാറാനുള്ള സാധ്യതയുമുണ്ട്.